ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധയോടെ മുഴുവനായിട്ടൊന്ന് കേൾക്കണം. ജീവിതത്തെ മാറ്റാൻ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് സ്തുതിപ്പ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. അതെ, നമ്മളെല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും, നമ്മൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ദൈവം ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരുപോലെയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ സ്തുതിക്കുന്നത്? നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കാണ് ആ സ്തുതിപ്പ് കൊണ്ട് പ്രയോജനം. 22-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. നോക്കുക, ദൈവം അവിടുത്തെ ഇരിപ്പിടമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സ്തുതിയാണ്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ സ്തുതിയാണ് ദൈവത്തിൻ്റെ സിംഹാസനമെന്ന്. ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഒരു കൂട്ടം മനുഷ്യർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതി ഒരു സിംഹാസനമായി മാറും. ആ സ്തുതിയുടെ സിംഹാസനത്തിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വരും. അതായത് മനുഷ്യൻ സ്തുതിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. സ്തുതിക്കുന്നിടത്ത്, ആരാധിക്കുന്നിടത്ത്, ദൈവനാമം വിളിക്കുന്നിടത്ത് കർത്താവിൻ്റെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്: അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കൂടെയുള്ള തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. തടവറയിൽ ചങ്ങലകളിൽ ബന്ധിതരായി മറ്റ് തടവുകാരുടെ ഇടയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനെയും സീലാസിനെയും ഇപ്പോൾ നിങ്ങൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. ആ രംഗമൊന്ന് ഓർത്തേ. പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? തുടർന്ന് വരുന്ന വചനങ്ങളിൽ നമ്മൾ വായിക്കും: എല്ലാവരും ഉറങ്ങി വിശ്രമിക്കുന്ന അർദ്ധരാത്രിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നാളെ എന്തെന്ന് നിശ്ചയമില്ലാതിരുന്ന 2 പേരുടെ അധരങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും സമീപസ്ഥനായ അത്യുന്നതന്റെ മുൻപാകെ ദൈവസ്തുതികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയപ്പോൾ ഭൂമി പ്രകമ്പനം കൊണ്ടു, വാതിലുകൾ തുറന്നു, എല്ലാവരുടെയും, സ്തുതിച്ചവരുടെയും അത് കേട്ടുകൊണ്ടിരുന്നവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. സ്തുതിച്ചു പ്രാർത്ഥിച്ച സമയത്ത് ആ തടവറയിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത് കണ്ടോ? പൗലോസിൻ്റെയും സീലാസിൻ്റെയും കൈകൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിലും അവരുടെ നാവിനെ ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാനായില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയത്തിൻ്റെ ചങ്ങലകൾ, നിരാശയുടെ ചങ്ങലകൾ, പാപത്തിൻ്റെ ചങ്ങലകൾ, നിസ്സഹായതയുടെ ചങ്ങലകളാലൊക്കെ ബന്ധിക്കപ്പെടുമ്പോൾ ഓർക്കുക, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നവൻ്റെ ബന്ധനങ്ങളെ വേഗം പൊട്ടിച്ചെറിയാൻ സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്ന ദൈവത്തിന് കഴിയും. നീ സ്തുതിക്കുമ്പോൾ അത് അനേകരുടെ അനുഗ്രഹത്തിനുള്ള വാതിലാകും. ഇവിടെ പൗലോസും സീലാസും സ്തുതിച്ചപ്പോൾ അവർക്ക് മാത്രമാണോ അനുഗ്രഹം ലഭിച്ചത്? അല്ല, പിന്നെയോ ജയിലറയിൽ കിടന്ന മറ്റെല്ലാവരുടെയും ജീവിതം മാറിമറിഞ്ഞു. അവരൊക്കെ സ്വതന്ത്രരായി. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ആരും അടി വിചാരിക്കരുത്. അതിന് പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ അധരത്തിൽ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹാലലൂയ ഹാലലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഇപ്രകാരം ദൈവസ്തുതികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയും. ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയും. അധരത്തിൽ നിന്ന് തിന്മ പറയാനോ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കാനോ നമുക്കൊരിക്കലും സാധിക്കില്ല. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന സ്ഥലം, അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടും. പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്,
നമ്മുടെ പനക്കലച്ചനൊക്കെ രാത്രി ഉറക്കത്തിൽ പോലും സ്തുതിച്ചുകൊണ്ടാണ് കിടക്കുന്നതെന്ന്. അതിൽ അതിശയമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അച്ഛൻ്റെ ജീവിതം മുഴുവൻ സ്തുതിപ്പിൻ്റെ ജീവിതമാണല്ലോ. ധ്യാന കേന്ദ്രങ്ങളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും അധികം രോഗശാന്തികളും വിടുതലും അത്ഭുതങ്ങളും അവിടെ സംഭവിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഇനിയുള്ള കാലത്ത് നമ്മെ സഹായിക്കാനായിട്ട് പറ്റില്ല. കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നവരും നമ്മളെ വിശ്വസിക്കുന്നവരും ഒന്നും ഒരു ദുരിത സന്ധിയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമ്മെ വിട്ടുപിരിയാതെ കൂടെ നിൽക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമാണെന്ന് ഓർക്കുക. ദൈവം മാത്രമേ നമുക്കുണ്ടാകൂ. അതുകൊണ്ട് ദൈവത്തെ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ആരാധന സങ്കേതങ്ങളൊക്കെ പരിചയമുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം. നമ്മുടെ ഡാനിയേലച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് കർത്താവ് അച്ഛന് കൊടുത്ത ഒരു മെസ്സേജായിരുന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ വീടിൻ്റെ കെട്ടഴിയും. എന്താണ്? നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ വീടിൻ്റെ കെട്ടഴിയും. ഈ വാക്ക് എന്നെ ഏറെ സ്വാധീനിച്ചു. അതായത് മുഴുവൻ കൃപകളും കിടക്കുന്നത് ഈ നാവിലാണ്. അതുകൊണ്ട് ഈ നാവ് ഉപയോഗിച്ച് ദൈവത്തെ വിളിക്കാൻ പഠിക്കണം, ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം, ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു ജനതതി ദേശത്ത് കയറി വരണം. ചെറിയവരും വലിയവരും കർത്താവിൻ്റെ ദാസരും ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. ഇനി സ്തുതിക്കുന്നവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റൊരു നേട്ടത്തെക്കുറിച്ച് 8-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. കണ്ടോ, സ്തുതിച്ചാലുള്ള അവിടുത്തെ ഒരു ഗുണം. ഇതൊരു സംരക്ഷണമാണ്. സ്തുതിക്കുന്നവൻ്റെ ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തി ഉയരും. സ്തുതി കൊണ്ട് കോട്ട കെട്ടണം, ആരാധന കൊണ്ട് കോട്ട കെട്ടണം. കർത്താവിനെ അത്രയും ഹൃദയം തുറന്ന് നമ്മൾ സ്തുതിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. അതായത് ദൈവാത്മാവ് ഉള്ളിലുള്ള ഒരുവന് മാത്രമേ സ്തുതിക്കാനായിട്ട് പറ്റൂ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റൂ. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റൂ. അതിനാൽ ഇന്നു മുതൽ എല്ലാ കഴിവും ഉപയോഗിച്ച് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തണം. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തില്ല, എത്ര സ്തുതിച്ചാലും മതി വരുമോ? അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എന്തു ചെയ്യണം? ദൈവത്തെ എപ്പോഴും സ്തുതിക്കണം. മറ്റൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. ഈശോയെ നിങ്ങളെപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടസ്സങ്ങൾ മാറും, ബന്ധനങ്ങൾ അഴിയും, ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടും. പുതിയ വഴികൾ അവിടുന്ന് കാട്ടിത്തരും. ജീവിതം അടിമുടി മാറ്റാൻ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിരന്തരം ഉയരുന്ന സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രം മതി. എൻ്റെ ഈശോയെ, ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കൾക്കെല്ലാം സ്തുതിപ്പിൻ്റെ വലിയ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ, വലിയ അഭിഷേകം കൊടുക്കണമേ. ഇവരുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയാനായിട്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപയാഭിഷേകവും കൊടുത്ത് ഈ മക്കളെ ഓരോരുത്തരെയും ഈ സമയം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമഹത്വം, 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 ദൈവമഹത്വം. ഓ കർത്താവേ, അങ്ങയുടെ മഹത്വം ഇറങ്ങി വരട്ടെ. ഞങ്ങൾ സ്തുതിക്കുന്ന നിമിഷങ്ങളിൽ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവമഹത്വം അവിടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, നന്ദി, നന്ദി. സ്തുതി, സ്തുതി, സ്തുതി. മഹത്വം, മഹത്വം, മഹത്വം.